എൻ്റെ പൊന്നെ കഴിച്ച് നമ്മളിപ്പം കാസർഗോഡ് ജില്ലയിലാണ് നിലവിലുള്ളത്. കാസർഗോഡ് ഇന്ന് അവധി ആയതുകൊണ്ട് എല്ലാവരും കൂടെ വിചാരിച്ചു രാവിലെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അങ്ങനെ നമ്മളിന്ന് കാസർഗോഡ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്ന സ്ഥലമാണ് ബേക്കൽ ഫോർട്ട്. ടിക്കറ്റ് കൗണ്ട് ഇത്ര നേരം ഒറ്റ മഴയില്ലായിരുന്നു. ആണ്ടേ ഇവിടെ വന്ന് ഇറങ്ങി മഴ തുടങ്ങി. വാ അങ്ങനെ ഈ കോട്ടയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം മഴ കുറയുന്ന വരെ അവിടെ കയറി നിൽക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുവാണ്. ഈ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് 35 ഏക്കറിലാണ്. അറബിക്കടലിൻ്റെ തീരത്തായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുക. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എവിടെ നോക്കിയാലും ചെങ്കല്ല് കാണാൻ പറ്റും. ചെങ്കല്ലിലാണ് ഇത് നടക്കുന്ന വഴിയാണെങ്കിലും ഇതിൻ്റെ വോളാണെങ്കിലും എല്ലാം ചെങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. അതിമനോഹരമായൊരു ഫോർട്ടാണിത്. 300 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ചരിത്ര ഭൂതകാലമാണ് ഈ ബേക്കൽ കോട്ടയ്ക്കുള്ളത്. അധിനിവേശക്കാരിൽ നിന്ന് പ്രതിരോധിക്കാനും പ്രദേശത്തിൻ്റെ വിലയേറിയ സുഗതദ്രവ്യ വ്യാപാരം സംരക്ഷിക്കാനും 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കോലാടി നായക രാജവംശത്തിലുള്ള ശിവപ്പ നായകയാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് ഹൈദരലിയുടെയും മകൻ ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിലുള്ള മൈസൂർ സുൽത്താനേറ്റിൻ്റെ നിയന്ത്രണത്തിലായി. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് പിടിച്ചെടുത്തു. ഈ ബേക്കൽക്കോട്ടയുടെ പടിഞ്ഞാറുള്ള 2 ഭാഗവും അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരന്തരമായിട്ട് അലച്ചെത്തുന്ന തിരകളുടെ സൗണ്ട് നമുക്കിങ്ങനെ ഇവിടുന്ന് കയറുമ്പോൾ തുടങ്ങി കേൾക്കാം. ഒരസാധാരണമായ വാസ്തുശില്പ വൈവിധ്യം നമുക്ക് കയറുമ്പോൾ തുടങ്ങി കാണാൻ പറ്റും. ഏതാണ്ട് 50 അടിയോളം ഉയരത്തിലാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്നൊരു വാച്ച് ടവർ ഉള്ളത്. അതേസമയം കോട്ട നിർമ്മിച്ച കാലത്തെക്കുറിച്ചും നിർമ്മിച്ചവരെക്കുറിച്ചും ചരിത്രത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. കോട്ടയ്ക്കുള്ളിൽ താഴേക്ക് നയിക്കുന്ന പടവുകളുള്ളൊരു വലിയ വാട്ടർ ടാങ്കുണ്ട്. കോട്ടയിൽ നിരവധി ഭൂഗർഭ തുരങ്കങ്ങളുമുണ്ട്. അവയിൽ ചിലത് ഉപരോധ സമയത്ത് രക്ഷപ്പെടൽ മാർഗങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ തുരങ്കങ്ങൾ കോട്ടയുടെ വാസ്തുവിദ്യയിൽ നിഗൂഢതയും കൗതുകവും ചേർക്കുന്നു. കോട്ടയുടെ മധ്യഭാഗത്തുള്ള ഗോപുരം അറബിക്കടലിലെയും ചുറ്റുമുള്ള ബീച്ചുകളുടെയും പച്ചപ്പിൻ്റെയും 360 ഡിഗ്രി കാഴ്ച പ്രദാനം ചെയ്യുന്നു. ശത്രുകപ്പലുകളെ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും നിരീക്ഷണ ഗോപുരം ഉപയോഗിച്ചിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ചുറ്റുമുള്ളതെല്ലാം കാണാൻ പറ്റും. ഭയങ്കര ഒരു വ്യൂ ആണ്. കേരളത്തിലെ പല കോട്ടകളും കടൽ തീരത്തോട് തൊട്ടാണ് കിടക്കുന്നത്. അതായത് നമ്മുടെ കണ്ണൂർ, തലശ്ശേരി കോട്ടകളൊക്കെ. അതേസമയം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ ബേക്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ കോട്ടയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. അതിവിദഗ്ധമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് ബേക്കൽ ഫോർട്ട്. ആയുധപുര, കടലിന് നേർക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന പടക്കപ്പലുകളെ
നേരിടാനുള്ള ഇടങ്ങൾ, കരയിൽ നിന്നെത്തുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ജലസംഭരണി, ഒളിത്താവളം, രഹസ്യ ഭൂഗർഭ അറകൾ, ഭൂഗർഭ പാത, സുരക്ഷാ സന്നാഹങ്ങൾ, അപകടത്തിൽപ്പെടുന്നവർക്കും മുറിവേൽക്കുന്നവർക്കും നൽകുന്ന പ്രഥമ ശുശ്രൂഷ കേന്ദ്രങ്ങൾ തുടങ്ങിയവ കൃത്യമായി കണക്കുകൂട്ടലാണ് ഇവിടെ കോട്ടയ്ക്കകത്ത് ഒരുക്കിയിരിക്കുന്നത്. കോട്ട നിർമ്മാണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ കൈവശമുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരേക്കാൾ വിദഗ്ധമായ രീതിയിലാണ് തദ്ദേശീയമായ സാങ്കേതിക വിദ്യകളോടെ ഈ നാട്ടുകാരെ ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. നമുക്ക് ബേക്കൽ ഫോർട്ടിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കടലിൻ്റെ അതിവിദൂരമായ കാഴ്ച കിട്ടും. കൂടാതെ കാഞ്ഞങ്ങാട്, പള്ളിക്കര, ബേക്കൽ കൊട്ടുകുളം, അജന്നൂർ, ചെമ്മനാട്, ഉദുമ തുടങ്ങിയ പ്രദേശങ്ങൾ നന്നായിട്ട് കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഞങ്ങൾ കോട്ടയുടെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് കോട്ടയുടെ ചരിത്രം മൊത്തമൊക്കെ ഒന്ന് വായിച്ചിട്ട് കയറണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ മഴ കാരണം നമുക്കതിനൊന്നും സാധിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇറങ്ങാൻ നേരം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന്. കോട്ടയ്ക്ക് ഉള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞൊരു വലിയ മുസ്ലിം പള്ളിയുണ്ട്. അതാണ് ഈ കോട്ടയുടെ വേറൊരു പ്രത്യേകത. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോഴും അങ്ങോട്ട് ഇറങ്ങുമ്പോഴും എല്ലാം ഈ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ധാരാളം ആളുകൾ ഇവിടെ വന്നു പോകുന്നു. അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ട് കണ്ടു. ഇനി നമ്മളിവിടുന്ന് കാസർഗോഡോട്ട് പോവാണ്. തല ഉയർത്തി നിൽക്കുന്ന ബേക്കൽ ഫോർട്ട് ഭയങ്കര ഒരു എന്നാ പറയുക, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുപോലെ നമുക്കെല്ലാവർക്കും മനസ്സിന് നല്ലൊരു കാഴ്ചയാണ് തന്നത്. കാസർഗോഡ് ജില്ലയിലെ മധൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മായിപ്പാടി. സ്വാതന്ത്ര്യപൂർവ്വ ഘട്ടത്തിലുണ്ടായിരുന്ന കുമ്പള രാജവംശത്തിൻ്റെ ആസ്ഥാനം ഇവിടെയായിരുന്നു. ഈ കാണുന്നതാണ് ഈ പറഞ്ഞ മായിപ്പാടി കൊട്ടാരം. ഇതിപ്പം നിലവിൽ പൂട്ടിയ അവസ്ഥയിലാണ്. ഇത് നമ്മളല്ലാതെ കാണുമ്പം അതിനെ പറയണ്ടേ, തുറന്ന് കാണാനോ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയത്തുമില്ലായിരുന്നു. നമ്മൾ ഗൂഗിളിൽ ഇങ്ങനൊരു പാലസ് ഉണ്ടെന്ന് പറഞ്ഞത് പ്രമാണിച്ച് നമ്മളിങ്ങനെ വന്നതാണ് ഇങ്ങോട്ട്. അപ്പോഴാണ് നമ്മളിവിടെ ഇങ്ങനെ ഇവിടുത്തെ ഒരു നാട്ടുകാരി ചേച്ചിനെ പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് പറഞ്ഞത് ഇത് വേറെ ആരുടെ കീഴിൽ ആരെയും നോക്കാൻ ഏൽപ്പിച്ചേക്കുവാണ്, നമുക്കങ്ങനെ തുറന്ന് കാണിക്കത്തൊന്നുമില്ലെന്ന്. പിന്നെ ഞങ്ങൾ അതിൽ നേരം അവിടെ ഒന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേക ഒരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മാറി. ഇതിനോട് ചേർന്ന് വന്നൊരു അമ്പലം നേരത്തെ നിങ്ങൾ കണ്ടിരുന്നു. ആ അമ്പലത്തിൻ്റെ നേരെ എതിർവശത്തൊരു കുളമാണിത്. ആ കുളത്തിലെ വെള്ളത്തിൻ്റെ ഒരു കളറുമുണ്ട്. എന്തൊരു ഭംഗിയാണ് ആ കുളം. പിന്നെ നമുക്ക് അങ്ങോട്ട് അന്യർക്ക് പ്രവേശനമില്ല, അതായത് മറ്റ് മതക്കാർക്ക് പ്രവേശനമില്ല.
അവിടെ ഒരു ബോർഡ് എഴുതിയിരുന്നതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് നമ്മളിതാ ഈ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് നിന്നത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ മായിപ്പാടി ഗ്രാമത്തിനോടും യാത്ര പറഞ്ഞ് നമ്മൾ പിന്നെ പോയത് മധൂർ ടെമ്പിളിലോട്ടാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ്, സീ ഫുഡ്, ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഭക്ഷണം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആരുമില്ല. ഇത് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ തിരക്കാണോ? ഇതെന്നാ ചോറുണ്ട്. എൻ്റെ കൊച്ചിന് എപ്പോഴും മങ്ങനെ മേടിക്കാനേ അത് ആ പാലത്തിൻ്റെ അടി ചെറിയ ചെരുപ്പോടെ ഞാൻ നടന്നുണ്ട്. കുറച്ച് തന്നെ കഴിക്കുന്നത് ചോറാണോ? പല്ല് കാണിച്ചു ഞാനോടി നേരടി പല്ല് പോയി കേസ് പല്ല് പോയി അങ്ങനെ ഇച്ചുവിന് ബിരിയാണി മതി എന്ന് പറഞ്ഞ് നമുക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ 3 പേരും ചോറാണ് മേടിച്ചത്. നമ്മൾ അവിടെ പോയാലും ചോറിന് പറയാതിരിക്കുമല്ലോ. ചോറിൻ്റെ കൂടെ വന്ന മീൻകറി, സാമ്പാർ, തോരൻ എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു. പറയാതിരിക്കാൻ പറ്റുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്തത് കൂന്തൽ റോസ്റ്റും പിന്നെ ആവോലിയായിരുന്നു. അത് രണ്ടും വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതെല്ലാം കഴിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. വീഡിയോ ഉണ്ട്. ശരി ശരി. അപ്പൊ നമുക്കൊന്ന് ചായക്കാക്കണം. അതിനിപ്പോ നമ്മളെ അങ്ങനെ കുറെ പേര് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് അങ്ങ് കൊട്ടിയിടുന്ന വന്നാ ഇങ്ങോട്ട് കൊട്ടിയൂടുന്നു. നിങ്ങളെ വന്നല്ലുണ്ട്. ഈ മുഖം നല്ല പരിചയമുണ്ട്. ആരും വന്നല്ലോ. ഈ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാ ഒരു വൈക്കലഭ്യം. അതെ അതെ. എങ്ങനെയുണ്ടെങ്കിൽ ഫുഡ് മനസ്സ് തൊട്ടിങ്ങൾ പറഞ്ഞാൽ ക്രാബ് അതിൽ ഇല്ല സ്ഥലം ഉണ്ടാവില്ല. ഇപ്പൊ ഇല്ല ഫിഷ്. ഇപ്പൊ ഇപ്പൊ സമയമല്ല ഇത്. ഒന്നാമത് ഇപ്പൊ ഒരു പ്രശ്നം നടന്നില്ല. ഇപ്പൊ അവിടെ ഒരു പറഞ്ഞു ഫ്രഷ് രാവിലെ. ഇപ്പൊ ഇല്ല നെയ്മീൻ ഒന്നുമില്ല. അപ്പൊ എന്തായാലും വരണം. ഫോട്ടോ ഉണ്ടോ? അത് കണ്ടു. പള്ളിക്കര ഫോട്ടോ. അതിന്റെ അപ്പുറത്ത് തന്നെ മറ്റേ ഈ പിള്ളേർക്കെല്ലാം കളിക്കുന്ന നല്ല പള്ളിക്കര പോയിട്ട് ഹോട്ടല്ല, അത് ബീച്ചാണ്, പാർക്കാണ്. നല്ല വൈബാണ്. ഈ ഇവിടെ അവിടെ തന്നെ ഞങ്ങൾ ബേക്കൽ ഫോർട്ടിന് അപ്പുറത്തെ നെക്സ്റ്റ്. അതല്ല നമ്മളിപ്പോ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.